നേരമ്പളത്ത് ആരെ കണി കണ്ടെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. രാവിലെ തന്നെ മുട്ട കട്ടപ്പണി. ഈ മുഖത്തെ ഭാവം കണ്ടാൽ മനസ്സിലാവില്ല, കാര്യം കണ്ടാൽ മനസ്സിലാവും. വേറൊന്നുമല്ല, ടയറിലൊരു മുട്ടക്കാട്ട ആണി കയറിയിരിക്കുന്നു. എന്ത് കഷ്ടപ്പാടാണെന്ന് ഓർത്ത് നോക്കണം. ഉസ്മാനാണെങ്കിൽ അന്തവും ഒന്നുമില്ലാണ്ട് ഇത് നോക്കിയിരിക്കുക. ഈ പണ്ടാറൊക്കെ എവിടെ നിന്ന് വന്ന് കയറുന്നു എന്നാണ് അവൻ്റെ ചോദ്യം. ഭർത്താവ് എന്തോ പറയണ കേട്ടാത്തൊന്നും ഞാൻ കുത്തി കയറ്റി വെച്ച് കാണും. പിന്നെ ഒന്നും നോക്കിയില്ല, ടയറിൽ ആണി കുഴിപ്പള്ള കഴിഞ്ഞ് പഞ്ചർ ഒട്ടിച്ചു കേട്ടോ. നാട്ടിൽ അതേ സിസ്റ്റം തന്നെ. കൗണ്ടറിൽ ചെന്ന് ബില്ലും വാങ്ങിച്ചുകൊണ്ട് പോകണം. അപ്പോഴാണ് കാശ് കൈ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകും. പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, കണ്ണാടിയും വെച്ചുകൊണ്ട് നേരെ മുസാമിക്ക് വിട്ടു. അവനൊക്കെ അവിടെയാണല്ലോ സ്കൂള്. ഈ പ്രാവശ്യമെങ്കിലും ആ ലൈസൻസ് കൈ കിട്ടണം എന്നുള്ള പ്രാർത്ഥന. ഇല്ലെങ്കിൽ ഞാൻ ഈ കുന്നും മലയൊക്കെ കയറി ഇറങ്ങേണ്ട ഒരു 10ഉം 12ഉം വട്ടമായി. ഇവനാണ് ഈ പാകിസ്ഥാനിൽ വലിയ ഡ്രൈവറാണെന്നാണ് പറയണത്. ഒരു റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാൻ പെടുന്ന പാടും വിധിയൊക്കെ അവനൊക്കെ അറിയുള്ളൂ എന്ന് അവൻ എൻ്റെ അടുത്ത് പരാതി. പിന്നെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ തുടങ്ങണമെന്ന് വെച്ചുകൊണ്ട് നേരെ നമ്മളിത് ബൂഫിലേക്ക് വിട്ടു, ഒരു ഫലാഫിൽ കഴിക്കാൻ. ഒരു എക്സ് പ്രവാസിയെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് വെച്ചാൽ ഫലാഫിൽ അല്ലെങ്കിൽ കുബൂസ്. പിന്നൊന്നും നോക്കിയില്ല, നമ്മുടെ ആ പരിപാടി അങ്ങ് തുടങ്ങി. അറ്റാക്ക്. ഫലാഫിൽ എന്ന് പറഞ്ഞാൽ ഒരു വികാരമായി തുടങ്ങിയിരിക്കുകയാണ്. മച്ചമ്പി പിന്നെ പതുക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി വന്നിട്ടോ. ഇന്ന് ക്ലാസ്സിലാന്ന്. ഉച്ച 12 മണിയായപ്പോഴാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അങ്ങനെ പുള്ളീനെ അവിടെ ഗോഡൗണിലും കൊണ്ട് ഇറക്കി വിട്ടേച്ച് പോണ വഴിക്ക് നമ്മുടെ ഒരു ഫോളോവറുണ്ട്. ആ പയ്യനെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ അവനെയും വിളിച്ച് പുറത്തിറക്കി ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് സംസാരവും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് വലിച്ചു. ഇതാണ് ആൾ, ശരത്ത് എന്നാണ് ആളുടെ പേര്. അവനോട് സലാം പറഞ്ഞു വെച്ച് പിന്നെ ഞാൻ അവിടെ നിന്ന് പതുക്കി ഇങ്ങോട്ട് വലിഞ്ഞു. അപ്പം ഇന്നത്രേ ഉള്ളൂ. മസ്സലാം.